ഓം ശാന്തി. 8/8/25. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, സദാ ഈ സന്തോഷത്തിലിരിക്കൂ. നമ്മൾ 84ന്റെ ചക്രം പൂർത്തിയാക്കി. ഇപ്പോൾ തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ബാക്കി കുറച്ച് ദിവസങ്ങളാണ് ഈ കർമ്മഭോഗമുള്ളത്. ചോദ്യം: വികർമാജീത്താകുന്ന കുട്ടികൾക്ക് വികർമ്മങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ഏത് കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ നൽകണം? ഉത്തരം: സർവ വികർമ്മങ്ങളുടെയും വേര് ദേഹാഭിമാനമാണ്. ആ ദേഹാഭിമാനത്തിൽ ഒരിക്കലും വരരുത് ഈ ശ്രദ്ധ വയ്ക്കണം. ഇതിനു വേണ്ടി വീണ്ടും വീണ്ടും ദേഹി അഭിമാനിയായി ബാബയെ ഓർമ്മിക്കണം. നന്മയുടെയും തിന്മയുടെയും ഫലം തീർച്ചയായും ലഭിക്കുന്നു. അന്തിമത്തിൽ വിവേകം കാർന്നു തിന്നുന്നു. എന്നാൽ ഈ ജന്മത്തെ പാപങ്ങളുടെ ഭാരത്തെ ലഘൂകരിക്കുവാനായി ബാബയോട് സത്യം കേൾപ്പിക്കണം. ഓം ശാന്തി. വലുതിലും വലിയ ലക്ഷ്യമാണ് ഓർമ്മയുടേത്. വളരെ പേർക്ക് കേവലം കേൾക്കുന്നതിൻ്റെ താല്പര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ജ്ഞാനം മനസ്സിലാക്കുന്നതാണെങ്കിൽ വളരെ സഹജമാണ്. 84ന്റെ ചക്രത്തെ മനസ്സിലാക്കണം. സ്വദർശന ചക്രധാരിയാകണം. കൂടുതലായ ഒന്നും തന്നെയില്ല. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മളെല്ലാവരും സ്വദർശന ചക്രധാരിയാണ്. സ്വദർശന ചക്രത്തിലൂടെ ആരുടെയെങ്കിലും കഴുത്ത് ഛേദിക്കുക അല്ല ചെയ്യുന്നത്. ശ്രീകൃഷ്ണനെ കുറിച്ച് കാണിച്ചിരിക്കുന്നത് പോലെ ഇപ്പോൾ ഈ ലക്ഷ്മി നാരായണന്മാർ വിഷ്ണുവിൻ്റെ 2 രൂപമാണ്. അവർക്ക് സ്വദർശന ചക്രമുണ്ടോ? പിന്നെ ശ്രീകൃഷ്ണന് എന്തുകൊണ്ട് ചക്രം കാണിച്ചിരിക്കുന്നു? ഒരു മാഗസിൻ പുറത്തിറക്കുന്നുണ്ട്. അതിൽ ശ്രീകൃഷ്ണന്റെ ഇങ്ങനെയുള്ള വളരെയധികം ചിത്രങ്ങൾ കാണിക്കുന്നു. ബാബയാകട്ടെ വന്ന് നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. അല്ലാതെ ചക്രത്തിലൂടെ അസുരന്മാരെ കൊല്ലുകയല്ല ചെയ്യുന്നത്. അസുരൻ എന്ന് പറയുന്നത് ആസുരീയ സ്വഭാവം ഉള്ളവരെയാണ്. ബാക്കി മനുഷ്യൻ തന്നെയാണ്. സ്വദർശന ചക്രം കൊണ്ട് എല്ലാവരെയും കൊല്ലുന്ന ഒന്നുമില്ല. ഭക്തി മാർഗത്തിൽ എന്തെല്ലാം ചിത്രങ്ങളാണ് ഇരുന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. പകലിന്റെ വ്യത്യാസമുണ്ട്. കുട്ടികളായ നിങ്ങൾക്ക് ഈ സൃഷ്ടി ചക്രത്തെയും മുഴുവൻ ഡ്രാമയെയും അറിയേണ്ടതുണ്ട്. കാരണം എല്ലാവരും ആക്ടേഴ്സാണ്. ആ പരിധിയുള്ള ആക്ടേഴ്സിന് ഡ്രാമയെ അറിയാം. ഇതാണ് പരിധിയില്ലാത്ത ഡ്രാമ. ഇതിൽ ഡീറ്റെയിലായി മനസ്സിലാക്കുവാൻ സാധിക്കില്ല. അതാണെങ്കിൽ 2 മണിക്കൂറിൻ്റെ ഡ്രാമയായിരിക്കും. ഡീറ്റെയിലായി പാർട്ടിനെ അറിയുന്നു. ഇതാണെങ്കിൽ 84 ജന്മങ്ങളെ അറിയണം. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഞാൻ ബ്രഹ്മാവിൻ്റെ രഥത്തിൽ പ്രവേശിക്കുന്നു. ബ്രഹ്മാവിൻ്റെയും 84 ജന്മങ്ങളുടെ കഥ വേണ്ടതാണ്. മനുഷ്യരുടെ ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ വരിക സാധ്യമല്ല. 84 ലക്ഷം ജന്മങ്ങളാണോ അതോ 84 ജന്മമാണോ എന്നതും മനസ്സിലാക്കുന്നില്ല. ബാബ പറയുന്നു, നിങ്ങളുടെ 84 ജന്മങ്ങളുടെ കഥ കേൾപ്പിക്കുകയാണ്. 84 ലക്ഷം ജന്മമാണ് ഉള്ളതെങ്കിൽ എത്ര വർഷങ്ങൾ കേൾപ്പിക്കുന്നതിൽ എടുത്തേനെ. നിങ്ങളാണെങ്കിൽ സെക്കൻഡിൽ അറിയുന്നു. ഇത് 84 ജന്മങ്ങളുടെ കഥയാണ്. നമ്മൾ 84ന്റെ ചക്രം എങ്ങനെ കറങ്ങി? 84 ലക്ഷമാണെങ്കിൽ സെക്കൻഡിൽ മനസ്സിലാക്കുവാൻ സാധിക്കില്ല. 84 ലക്ഷം ജന്മം എന്നൊന്നേയില്ല. കുട്ടികളായ നിങ്ങൾക്കും സന്തോഷമുണ്ടാകേണ്ടതാണ്. നമ്മുടെ 84ന്റെ ചക്രം പൂർത്തിയായി. ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. ബാക്കി കുറച്ച് ദിവസങ്ങളാണ് ഈ കർമ്മഭോഗമുള്ളത്. വികർമ്മം ഭസ്മമായി കർമാതീത അവസ്ഥ എങ്ങനെ ഉണ്ടാകും? ഇതിനു വേണ്ടി ഈ യുക്തി പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി മനസ്സിലാക്കിച്ചു തരുന്നു. ഈ ജന്മത്തിൽ എന്തെല്ലാം വികർമ്മം ചെയ്തോ അത് എഴുതി നൽകൂ. എങ്കിൽ ഭാരം ലഘൂകരിക്കപ്പെടും.
ജന്മജന്മാന്തരങ്ങളിലെ വികർമ്മമാണെങ്കിൽ ആർക്കും എഴുതുവാൻ സാധിക്കില്ല. വികർമ്മം ഉണ്ടായി വരികയായിരുന്നു. എപ്പോൾ മുതൽ രാവണരാജ്യം ആരംഭിച്ചോ അപ്പോൾ കർമ്മം വികർമ്മമാകുന്നു. സത്യയുഗത്തിൽ കർമ്മം അകർമ്മമാകുന്നു. ഭഗവാൻ ഉവാച, നിങ്ങളെ കർമ്മ അകർമ്മ വികർമ്മങ്ങളുടെ ഗതി മനസ്സിലാക്കിച്ചു തരുന്നു. വികർമാജീത് സംവത്സരം ലക്ഷ്മി നാരായണൻ മുതലാണ് ആരംഭിക്കുന്നത്. ഏണിപ്പടി ചിത്രത്തിൽ വളരെ സ്പഷ്ടമാണ്. ശാസ്ത്രങ്ങളിലൊന്നും ഈ കാര്യങ്ങളില്ല. സൂര്യവംശയുടെയും ചന്ദ്രവംശയുടെയും രഹസ്യവും കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കി നമ്മൾ തന്നെ ആയിരുന്നു എന്നത്. വിരാട് രൂപത്തിൻ്റെ ചിത്രവും വളരെയധികം ഉണ്ടാക്കുന്നു. പക്ഷേ അർത്ഥമൊന്നും അറിയുന്നില്ല. ബാബയ്ക്കല്ലാതെ ആർക്കും മനസ്സിലാക്കിക്കുവാൻ സാധിക്കില്ല. ഈ ബ്രഹ്മാവിനും ഉയർന്നതായി ഒരാൾ ഉണ്ടാകുമല്ലോ, ആ ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു ഗുരു പഠിപ്പിച്ചിട്ടുണ്ടാകുമെങ്കിൽ ആ ഗുരുവിന് ഒരു ശിഷ്യൻ മാത്രമല്ല ഉണ്ടായിരിക്കുക. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾക്ക് പതീതത്തിൽ നിന്നും പാവനവും പാവനത്തിൽ നിന്നും പതീതവും ആവുക തന്നെ വേണം എന്നതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. അനേകം തവണ ഈ ചക്രം മറികടന്നുകൊണ്ടും ഇരിക്കും. നിങ്ങൾ ഓൾ റൗണ്ട് പാർട്ട്ധാരിയാണ്. ആദ്യം മുതൽ അന്തിമം വരെ പാർട്ട് മറ്റാർക്കും തന്നെയില്ല. നിങ്ങളെ തന്നെയാണ് ബാബ മനസ്സിലാക്കിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇതും മനസ്സിലാക്കുന്നു, മറ്റു ധർമ്മത്തിലുള്ളവർ ഇന്ന സമയത്താണ് വരുന്നത്. നിങ്ങളുടേതാകട്ടെ ഓൾ റൗണ്ട് പാർട്ടാണ്. ക്രിസ്ത്യൻസിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നില്ല സത്യയുഗത്തിൽ ഉണ്ടായിരുന്നു എന്ന്. അവർ ദ്വാപരയുടെയും മധ്യത്തിലാണ് വരുന്നത്. ഈ നോളജ് കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലാണുള്ളത്. ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുവാനും സാധിക്കും. മറ്റാരും തന്നെ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെ അറിയുന്നില്ല. രചയിതാവിനെ തന്നെ അറിയുന്നില്ല. അപ്പോൾ രചനയെ എങ്ങനെ അറിയുവാനാണ്? ബാബ മനസ്സിലാക്കിച്ചു തന്നു. എന്താണോ റൈറ്റേഴ്സ് ആയ കാര്യങ്ങൾ അവ അച്ചടിച്ച് എയ്റോപ്ലെയിനിൽ നിന്നും എല്ലാ സ്ഥാനങ്ങളിലും താഴേക്കിടണം. അതിനുള്ള പോയിന്റ്സ് അഥവാ ടോപ്പിക്കുകൾ ഇരുന്ന് എഴുതേണ്ടതാണ്. കുട്ടികൾ പറയുന്നു ചെയ്യുവാനായി കാര്യമില്ല എന്ന്. ബാബ പറയുന്നു, ഈ സർവീസ് വളരെയധികമുണ്ട്. ഇവിടെ ഏകാന്തതയിലിരുന്ന് ഈ കാര്യം ചെയ്യൂ. ഏതെല്ലാം വലിയ വലിയ പ്രസ്ഥാനങ്ങളുണ്ടോ, ഗീതാ പാഠശാലകൾ ആദിയായവ ഉണ്ടോ, അവയെല്ലാം ഉണർത്തണം. സർവർക്കും സന്ദേശം നൽകണം. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ആര് വിവേകശാലിയായിരിക്കുന്നുവോ അവർ ഉടൻ മനസ്സിലാക്കും. തീർച്ചയായും സംഗമത്തിൽ തന്നെയാണ് പുതിയ ലോകത്തിന്റെ സ്ഥാപനയും പഴയ ലോകത്തിന്റെ വിനാശവും ഉണ്ടാകുന്നത്. സത്യയുഗത്തിൽ പുരുഷോത്തമ മനുഷ്യരാണ് ഉള്ളത്. ഇവിടെയാണെങ്കിൽ ആസുരീയ സ്വഭാവമുള്ള പതീത മനുഷ്യർ. ഇതും ബാബ മനസ്സിലാക്കിച്ചു തന്നു. കുംഭമേളയും മറ്റും നടക്കുന്നുണ്ട്. വളരെയധികം മനുഷ്യർ സ്നാനം ചെയ്യാൻ പോകുന്നു. എന്തുകൊണ്ടാണ് സ്നാനം ചെയ്യുവാൻ പോകുന്നത്? പാവനമാകാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ എവിടെയെല്ലാമാണോ മനുഷ്യർ സ്നാനം ചെയ്യുവാനായി പോകുന്നത് അവിടെ പോയി സർവീസ് ചെയ്യേണ്ടതാണ്. മനുഷ്യർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം, ഈ ജലം പതീത പാവനയല്ല. നിങ്ങളുടെ അടുക്കൽ ചിത്രങ്ങളുമുണ്ട്. ഗീതാ പാഠശാലകളിൽ പോയി ഈ നോട്ടീസ് വിതരണം ചെയ്യേണ്ടതാണ്. കുട്ടികൾ സേവനം ചോദിക്കുന്നു. ഇത് ഇരുന്ന് എഴുതൂ. ഗീതയുടെ ഭഗവാൻ പരംപിത പരമാത്മാ ശിവനാണ്, ശ്രീകൃഷ്ണനല്ല. പിന്നെ ആ ഒന്നിൻ്റെ ബയോഗ്രഫിയുടെ മഹിമ എഴുതൂ. ശിവ് ബാബയുടെ ബയോഗ്രഫി എഴുതൂ. പിന്നെ സ്വയമേ തന്നെ അത് ജഡ്ജ് ചെയ്യും. ഈ പോയിന്റ്സും എഴുതണം. പതീത പാവനൻ ആരാണ്? പിന്നെ ശിവനും ശങ്കറും തമ്മിലുള്ള വ്യത്യാസവും കാണിക്കണം. ശിവൻ വേറെയാണ്, ശങ്കർ വേറെയാണ്. ഇതും ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. കൽപ്പം 5000 വർഷത്തിൻ്റെതാണ്.
മനുഷ്യർ 84 ജന്മങ്ങളാണ് എടുക്കുന്നത്, അല്ലാതെ 84 ലക്ഷമല്ല. ഈ മുഖ്യ കാര്യങ്ങൾ ഷോർട്ടായി എഴുതേണ്ടതാണ്. അത് എയ്റോപ്ലെയിനിൽ നിന്നും താഴേക്കിടുവാൻ സാധിക്കും, മനസ്സിലാക്കിച്ചു കൊടുക്കുവാനും സാധിക്കും. ഈ ഗോളത്തിൻ്റെതുണ്ടല്ലോ, അതായത് സൃഷ്ടിചക്രം, ഇതിൽ സ്പഷ്ടമാണ് ഇന്ന ധർമ്മങ്ങൾ ഇന്ന സമയത്ത് സ്ഥാപിതമാകുന്നു. അപ്പോൾ ഈ ഗോളവും ഉണ്ടായിരിക്കേണ്ടതാണ്. അതിനാൽ മുഖ്യമായും 12 ചിത്രങ്ങളുടെ കലണ്ടേഴ്സ് അച്ചടിക്കുവാൻ സാധിക്കും. അതിൽ മുഴുവൻ ജ്ഞാനവും വരണം. സർവീസ് സഹജമായി നടക്കുവാൻ പറ്റണം. ഈ ചിത്രങ്ങൾ തീർത്തും ആവശ്യമാണ്. ഏതെല്ലാം ചിത്രങ്ങൾ ഉണ്ടാക്കണം, എന്തെല്ലാം പോയിന്റ്സ് എഴുതേണ്ടതാണ്, അത് ഇതെന്ന് എഴുതൂ. നിങ്ങൾ ഗുപ്തവേഷത്തിൽ ഈ പഴയ ലോകത്തിന്റെ പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അൺനോൺ വാരിയേഴ്സ് ആണ്, അതായത് ഗുപ്ത യോദ്ധാക്കളാണ്. നിങ്ങളെ ആരും തന്നെ അറിയുന്നില്ല. ബാബയും ഗുപ്തമാണ്, നോളജും ഗുപ്തമാണ്. ഇതിൻ്റെ ഏതെങ്കിലും ശാസ്ത്രങ്ങളോ മറ്റോ ഉണ്ടാകുന്നില്ല. മറ്റു ധർമ്മസ്ഥാപകരുടെ ബൈബിളും മറ്റും അച്ചടിക്കുന്നു, അത് പഠിച്ചു വരുന്നു. ഓരോരുത്തരുടേതും അച്ചടിക്കുന്നു. നിങ്ങളുടേത് പിന്നെ ഭക്തി മാർഗത്തിൽ അച്ചടിക്കുന്നു. ഇപ്പോൾ അച്ചടിക്കേണ്ടതില്ല, കാരണം ഇപ്പോൾ ഈ ശാസ്ത്രങ്ങളും മറ്റുമെല്ലാം സമാപ്തമാകാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിയിൽ കേവലം ഓർമ്മിക്കേണ്ടതുണ്ട്. ബാബയുടെ അടുത്തും ബുദ്ധിയിൽ ജ്ഞാനമുണ്ട്. ഏതെങ്കിലും ശാസ്ത്രമോ മറ്റോ പഠിക്കുന്നില്ല. ആ ഒന്ന് നോളജ് ഫുള്ളാണ്. നോളജ് ഫുൾ എന്നതിൻ്റെ അർത്ഥം പിന്നെ മനുഷ്യർ മനസ്സിലാക്കുന്നത് എല്ലാവരുടെയും മനസ്സിനെ അറിയുന്നവൻ എന്നാണ്. ഭഗവാൻ കാണുന്നുണ്ട്, അതിനാലാണ് കർമ്മങ്ങളുടെ ഫലം തരുന്നത് എന്ന്. ബാബ പറയുന്നു, ഇത് ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഡ്രാമയിൽ എന്ത് വികർമ്മം ചെയ്യുന്നുവോ അതിനുള്ള ശിക്ഷ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നല്ലതോ മോശമോ ആയ കർമ്മങ്ങൾക്കുള്ള ഫലം ലഭിക്കുന്നു. അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളതായി ഒന്നും തന്നെയില്ല. മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, തീർച്ചയായും കർമ്മങ്ങൾക്കുള്ള ഫലം അടുത്ത ജന്മത്തിൽ ലഭിക്കുന്നു എന്ന്. അന്തിമ നിമിഷം വിവേകം പിന്നെ വളരെയധികം കാർന്നു തിന്നുന്നു. നമ്മൾ ഇന്ന പാപം ചെയ്തിട്ടുണ്ട്, എല്ലാം ഓർമ്മ വരും. എങ്ങനെയുള്ള കർമ്മമോ അങ്ങനെയുള്ള ജന്മം ലഭിക്കും. ഇപ്പോൾ നിങ്ങൾ വികർമ്മജീത്താകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള യാതൊരു വികർമ്മവും ചെയ്യുവാൻ പാടില്ല. വലുതിലും വലിയ വികർമ്മമാണ് ദേഹാഭിമാനിയാവുക. ബാബ വീണ്ടും വീണ്ടും പറയുന്നു, ദേഹി അഭിമാനിയായി ബാബയെ ഓർമ്മിക്കൂ. പവിത്രമായി ഇരിക്കുക തന്നെ വേണം. ഏറ്റവും വലിയ പാപമാണ് കാമകഠാര പ്രയോഗിക്കുന്നത്. ഇത് ആദി മധ്യ അന്ത്യം ദുഃഖം നൽകുന്ന ഒന്നാണ്. അതിനാൽ സന്യാസിമാരും പറയുന്നു, ഇത് കാഷ്ടത്തിന് സമാനമായ സുഖമാണ്. അവിടെ ദുഃഖത്തിന്റെ പേരുണ്ടായിരിക്കുന്നില്ല. ഇവിടെ ദുഃഖം തന്നെ ദുഃഖമാണ്. അതിനാൽ സന്യാസിമാർക്ക് വൈരാഗ്യം വരുന്നു. പക്ഷേ അവർ കാട്ടിലേക്കാണ് പോകുന്നത്. അവരുടേത് പരിധിയുള്ള വൈരാഗ്യമാണ്. നിങ്ങളുടേത് പരിധിയില്ലാത്ത വൈരാഗ്യമാണ്. ഈ ലോകം തന്നെ മോശമായതാണ്. എല്ലാവരും പറയുന്നു, ബാബ വന്ന് നമ്മുടെ ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകൂ. ബാബ തന്നെയാണ് ദുഃഖം ഹരിച്ച് സുഖമുണ്ടാക്കുന്നവൻ. കുട്ടികളായ നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്, പുതിയ ലോകത്തിൽ ഈ ദേവതമാരുടെ രാജ്യമായിരുന്നു. അവിടെ ഒരു പ്രകാരത്തിലുമുള്ള ദുഃഖവും ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ മനുഷ്യർ പറയും സ്വർഗവാസിയായി. പക്ഷേ നമ്മൾ നരകത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. നമ്മൾ മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകും എന്നാണ്. പക്ഷേ അവരും സ്വർഗത്തിൽ പോയോ അതോ ഇവിടെ നരകത്തിൽ വന്നോ ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല.
കുട്ടികളായ നിങ്ങൾക്ക് 3 പിതാവിൻ്റെ രഹസ്യവും സർവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. 2 പിതാവിനെ കുറിച്ച് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്, ലൗകികവും പാരലൗകികവും. ഈ അലൗകിക പ്രജാപിത ബ്രഹ്മ ഇവിടെ സംഗമയുഗത്തിൽ തന്നെയാണ് ഉള്ളത്. ബ്രാഹ്മണരും വേണ്ടതാണല്ലോ. ആ ബ്രാഹ്മണരാണെങ്കിൽ ബ്രഹ്മ മുഖവംശാവലിയൊന്നുമല്ല. ബ്രഹ്മാവ് ഉണ്ടായിരുന്നു എന്നറിയുന്നുണ്ട്. അതിനാൽ ബ്രാഹ്മണ ദേവി ദേവതായ നമ എന്ന് പറയുന്നു. ഇതറിയുന്നില്ല ആരെയാണ് പറയുന്നത്, ഏത് ബ്രാഹ്മണരാണ് എന്നെല്ലാം. നിങ്ങളാണ് പുരുഷോത്തമ സംഗമയുഗി ബ്രാഹ്മണർ. അവർ കലിയുഗിയാണ്. ഇതാണ് പുരുഷോത്തമ സംഗമയുഗം. ഇതിൽ നിങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നു. ദേവി ദേവത ധർമ്മത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാ പോയിന്റ്സും ധാരണ ചെയ്യണം, പിന്നെ സർവീസും ചെയ്യണം. പൂജ ചെയ്യുന്നതിനും ശ്രാദ്ധം കഴിക്കുന്നതിനും ബ്രാഹ്മണരായവർ വരുന്നു. അവരോടും നിങ്ങൾക്ക് ചിറ്റ് ചാറ്റ് ചെയ്യുവാൻ സാധിക്കും. നിങ്ങളെ സത്യമായ ബ്രാഹ്മണരാക്കി മാറ്റുവാൻ സാധിക്കും. ഇപ്പോൾ ഭാദ്രമാസം വരുന്നു. എല്ലാ പിതൃക്കളെയും കഴിപ്പിക്കുന്നു. ഇതും യുക്തിയോടെ ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ പറയും ബ്രഹ്മകുമാരിമാരുടെ അടുക്കൽ പോയി എല്ലാം ഉപേക്ഷിച്ചു എന്ന്. അപ്രസന്നമാകും വിധത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത്. യുക്തിയോടെ നിങ്ങൾക്ക് ജ്ഞാനം നൽകുവാൻ സാധിക്കും. തീർച്ചയായും ബ്രാഹ്മണർ വരും. അപ്പോൾ ജ്ഞാനം നൽകുമല്ലോ. ഈ മാസത്തിൽ നിങ്ങൾക്ക് ബ്രാഹ്മണരുടെ വളരെയധികം സർവീസ് ചെയ്യുവാൻ സാധിക്കും. നിങ്ങൾ ബ്രാഹ്മണർ പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനങ്ങളാണ്. പറയൂ, ബ്രാഹ്മണധർമ്മം ആരാണ് സ്ഥാപിച്ചത്? നിങ്ങൾക്ക് അവരുടെയും മംഗളം ചെയ്യുവാൻ സാധിക്കും, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ. അമർനാഥിലേക്ക് യാത്ര പോവുകയാണെങ്കിൽ കേവലം എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം ഇത്രയും മനസ്സിലാക്കില്ല. അവിടെ ഇരുന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കണം. നമ്മൾ നിങ്ങളെ സത്യമായ അമരനാഥന്റെ കഥ കേൾപ്പിക്കാം. അമരനാഥൻ എന്ന് ഒന്നിനെ തന്നെയാണ് പറയുന്നത്. അമരനാഥൻ എന്നാൽ ആരാണോ അമരപുരി സ്ഥാപിക്കുന്നത്, അത് സത്യയുഗമാണ്. ഇങ്ങനെ സർവീസ് ചെയ്യേണ്ടി വരും. അവിടെ കാൽനടയായി പോകേണ്ടി വരും. ആരാണോ നല്ല നല്ല ഉയർന്ന വ്യക്തികൾ, അവർക്ക് പോയി മനസ്സിലാക്കിച്ചു കൊടുക്കണം. സന്യാസിമാർക്കും നിങ്ങൾക്ക് ജ്ഞാനം നൽകുവാൻ സാധിക്കും. നിങ്ങൾ മുഴുവൻ സൃഷ്ടിയുടെയും മംഗളകാരിയാണ്. ശ്രീമത്തനുസരിച്ച് നമ്മൾ വിശ്വത്തിൻ്റെ മംഗളം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബുദ്ധിയിൽ ഈ ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ്. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഏകാന്തതയുടെ ഒഴിവു സമയം ലഭിക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ നല്ല നല്ല പോയിന്റ്സിൻ്റെ മേൽ വിചാരസാഗര മഥനം ചെയ്ത് എഴുതണം. സർവർക്കും സന്ദേശം എത്തിക്കുന്നതിൻ്റെയും സർവരുടെയും മംഗളം ചെയ്യുന്നതിൻ്റെയും യുക്തി രചിക്കണം. വികർമ്മങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ദേഹി അഭിമാനിയായി ബാബയെ ഓർമ്മിക്കണം. ഇപ്പോൾ യാതൊരു വികർമ്മവും ചെയ്യരുത്. ഈ ജന്മത്തിൽ ചെയ്ത വികർമ്മങ്ങൾ ബാബ്ദാദയെ സത്യമായി കേൾപ്പിക്കണം. വരദാനം: മാറ്റമില്ലാത്ത ഭാവിയെ അറിഞ്ഞുകൊണ്ടും ശ്രേഷ്ഠ കാര്യങ്ങൾക്ക് പ്രത്യക്ഷ രൂപം നൽകുന്ന സദാ സമർത്ഥരായി ഭവിക്കട്ടെ. പുതിയ ശ്രേഷ്ഠ വിശ്വം ഉണ്ടാകുന്നതിൻ്റെ ഭാവി മാറ്റമില്ലാത്തതാണെങ്കിലും സമർത്ഥമായി ഭവിക്കട്ടെ എന്ന വരദാനികളായ കുട്ടികൾ കേവലം കർമ്മത്തിൻ്റെയും ഫലത്തിൻ്റെയും പുരുഷാർത്ഥത്തിൻ്റെയും പ്രാപ്തിയുടെയും നിമിത്തവും വിനയവും എന്നതിൻ്റെ കർമ്മ ഫിലോസഫി അനുസരിച്ച് നിമിത്തമായി കാര്യങ്ങൾ ചെയ്യുന്നു. ലോകത്തുള്ളവർക്ക് പ്രതീക്ഷകൾ കാണപ്പെടുന്നില്ല.
താങ്കൾ പറയുന്നു ഈ കാര്യം അനേകം തവണ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം സ്വപരിവർത്തനത്തിൻ്റെ പ്രത്യക്ഷ തെളിവിനു മുന്നിൽ മറ്റൊരു തെളിവിൻ്റെയും ആവശ്യകതയേയില്ല. അതിനോടൊപ്പം പരമാത്മാവിൻ്റെ കാര്യം സദാ സഫലം തന്നെയാണ്. സ്ലോഗൻ: കുറച്ച് പറയുക, കൂടുതൽ ചെയ്യുക. ഈ ശ്രേഷ്ഠ ലക്ഷ്യം മഹാനാക്കി മാറ്റും. അവ്യക്ത സൂചന: സഹജയോഗി ആകണമെങ്കിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകൂ. സേവനത്തിലും സ്വയം തൻ്റെ കയറുന്ന കലയിലും സഫലതയുടെ മുഖ്യ ആധാരമാണ് ഒരു ബാബയോടുള്ള മുറിയാത്ത സ്നേഹം. ബാബയല്ലാതെ മറ്റൊന്നും കാണപ്പെടരുത്. സങ്കല്പത്തിലും ബാബ, വാക്കിലും ബാബ, കർമ്മത്തിലും ബാബയുടെ കൂട്ടുകെട്ട്. ഇങ്ങനെയുള്ള ലൗലീൻ സ്ഥിതിയിൽ ഇരുന്ന് ഒരു വാക്കെങ്കിലും പറയുമെങ്കിൽ ആ സ്നേഹത്തിൻ്റെ വാക്ക് മറ്റ് ആത്മാക്കളെയും സ്നേഹത്തിൽ ബന്ധിക്കും. ഇങ്ങനെയുള്ള ലവ്ലീനായിരിക്കുന്ന ആത്മാവിൻ്റെ ബാബ എന്ന ഒരു വാക്കുപോലും മന്ത്രജാലത്തിൻ്റെ കാര്യം ചെയ്യും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. സാകാര സ്മൃതിക്ക് ഉപരി നിരാകാരി സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. സാകാര പതനത്തിനും ഉപരിയായി നിരാകാരി ദേശ നിവാസിയാകുന്നു. സർവത്ര ശാന്തത നിറഞ്ഞ ശബ്ദത്തിനുപരിയായ ഈ ലോകത്തിൽ ഹൃദയേശ്വരനായ ബാബയുടെ സന്മുഖത്തിരുന്ന് ഈ അലൗകിക കൂടിക്കാഴ്ചയുടെ ആനന്ദമെടുക്കുന്നു. ബാബയുടെ ഈ ഓർമ്മ എത്ര സുഖദായിയാണ്. പരമാത്മാവിൻ്റെ നിസ്സീമമായ സ്നേഹത്തിൻ്റെ പ്രകാശധാര എന്നിൽ പതിക്കുമ്പോൾ ആ സ്നേഹത്തെ ഞാൻ ലയിച്ചു ചേരും. ഈ പരമാത്മാ സ്നേഹം എന്നെ സമർത്ഥ സ്വരൂപമാക്കുന്നു. നിർവികൽപ സ്ഥിതി വരുത്തുന്നു. നിർവിഘ്നമാക്കി മാറ്റുന്നു. ഞാൻ സ്വയം ശക്തിശാലിയായി അനുഭവിക്കുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ നിരാകാരി ദേശത്തിൽ നിന്നും നിരാകാര ആത്മാവായി സാകാര ശരീരത്തിൻ്റെ ആധാര